നമസ്കാരം. സാഹിത്യജാലകത്തിലേക്ക് സ്വാഗതം. ചലച്ചിത്ര നിരൂപകയും എഴുത്തുകാരിയുമായ സുലോചന റാംമോഹനാണ് ഇന്ന് സാഹിത്യജാലകത്തിൽ നമ്മോടൊപ്പമുള്ളത്. തൻ്റെ എഴുത്തനുഭവങ്ങളെക്കുറിച്ചും സിനിമാ കാഴ്ചപ്പാടുകളെക്കുറിച്ചും സംസാരിക്കാം നമുക്ക് എഴുത്തുകാരിയുമായി. നമസ്കാരം. ഒരു ചലച്ചിത്ര നിരീക്ഷക എന്നുള്ള നിലയിൽ പഴയകാല ചലച്ചിത്രങ്ങളിൽ നിന്ന് സമകാലിക ചലച്ചിത്രങ്ങളിലേക്ക് വരുമ്പോൾ എന്ത് തരം മാറ്റമാണ് നിരീക്ഷിക്കുന്നത്? പഴയ കാലത്തിൽ നിന്ന് പുതിയ കാലത്തേക്ക് വരുമ്പോൾ ഇപ്പം അതും കഴിഞ്ഞ് ന്യൂ ജനറേഷൻ വന്നു കഴിഞ്ഞു എന്നാണ് നാം ഒരു നിരൂപക എന്ന രീതിയിൽ വിലയിരുത്തുന്നത്. പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് പഴയ കാലത്ത് ഇപ്പോൾ ഷീലയും ജയഭാരതിയും ഒക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കും, ശാരദയൊക്കെ അഭിനയിക്കുന്ന സമയത്ത് സ്ത്രീ കഥാപാത്രങ്ങൾക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ചും നമ്മുടെ പ്രശസ്തമായ നോവലുകളായിരുന്നു കൂടുതലും സിനിമകളായി വന്നുകൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് അവർ നിലനിൽക്കുന്ന യഥാർത്ഥ ജീവിതവുമായി ബന്ധപ്പെടുന്ന തരത്തിലുള്ള ഒരു ബിഹേവിയർ പാറ്റേൺ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ കാണുന്നവർക്കും സ്ത്രീ ഇന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ സ്ത്രീപക്ഷത്തു നിന്നൊന്നും അല്ലെങ്കിലും സ്ത്രീ ഇന്നതാണ് എന്ന് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാവാൻ സഹായിക്കുന്ന സിനിമകളായിരുന്നു. അത് കഴിഞ്ഞ് ഇടയ്ക്ക് ഒരു സൂപ്പർ സ്റ്റാർ സിൻഡ്രോം ഒക്കെ വന്നു കഴിഞ്ഞു. കച്ചവട സിനിമയ്ക്ക് വളരെയധികം ഒരു പ്രോമിനൻസ് വന്നു കഴിഞ്ഞപ്പോൾ സ്ത്രീ വെറുതെ ആടാനും പാടാനും മെയിൻ ആർട്ടിസ്റ്റിൻ്റെ പുറകിൽ നിൽക്കാനും ഒക്കെയായി വളരെ പരിമിതപ്പെട്ട ഒരിടം മാത്രമായി സ്ത്രീ കഥാപാത്രങ്ങൾക്ക്. അത് മാത്രമല്ല, കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴേക്കും ഈ നായികമാരായി വരുന്നവർക്ക് തന്നെ ഒരു ചെറിയ കാലയളവിൽ, ഒരു കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞൊരു വിവാഹം വരെയോ ഒക്കെ ഉള്ള ഒരു ചെറിയ കാലയളവിലേക്ക് അവർക്കും ഒരു പണത്തിനും പ്രശസ്തിക്കും ഗ്ലാമറിനും ഒക്കെ വേണ്ടി അവർ പെരുമാറുന്ന ഒരിടം അങ്ങനെയൊക്കെ വളരെ ചുരുങ്ങിപ്പോയി സത്യത്തിൽ സ്ത്രീ കഥാപാത്രങ്ങളുടെ നില. സിനിമകൾ നല്ലത് വന്നിട്ടുണ്ടാവാം. സിനിമയെ നമ്മൾ വിലയിരുത്തുന്നതിൽ സ്ത്രീപക്ഷത്തു നിന്നല്ലാതെ ഉള്ള രീതിയിൽ നോക്കുമ്പോൾ പല വേറെ മാനങ്ങളും ഉണ്ടാവാം. പക്ഷേ സ്ത്രീ കഥാപാത്രങ്ങളുടെ ഒരു വീക്ഷണം, നാം സ്ത്രീ കഥാപാത്രങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് നോക്കുമ്പോൾ വളരെ പരിമിതമായ ഒരിടമായിരുന്നു. അതിൽ നിന്ന് ഒരു വ്യത്യാസം ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു സ്ത്രീപക്ഷ കാഴ്ചപ്പാടോടുകൂടി പരിശോധിക്കുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന രണ്ട് സിനിമകൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായത്, ഒന്ന് ഒരേ കടലും ഒന്ന് 22 ഫീമെയിൽ കോട്ടയുമാണെന്ന് എനിക്ക് തോന്നുന്നു. രണ്ട് വ്യത്യസ്ത തലങ്ങളെ പ്രതിനിധീകരിക്കുന്ന സിനിമകളായിട്ടാണ്, രണ്ട് സ്ത്രീകളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ രണ്ട് സിനിമകളെ രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സത്യത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ഒരു ഹൈപ്പ് കൊടുത്തിട്ട് ഇതാണ് ഒരു സ്ത്രീപക്ഷ സിനിമ എന്ന് പറയുന്നിടത്ത് അത്രയ്ക്ക് നമുക്കൊരു സ്ത്രീപക്ഷം കാണാൻ സാധിക്കുന്നില്ല. വളരെ നമ്മളൊരു ഡീറ്റെയിൽഡ് അനാലിസിസിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ 22 ഫീമെയിൽ കോട്ടയത്തിൽ തന്നെ അതൊരു സ്ത്രീപക്ഷ സിനിമയായി കാണാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സിനിമയാണ്. ഞാനത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഒരു കത്തായിട്ട് എഴുതുകയും ചെയ്തിരുന്നു. കാരണം അതൊരു ഇപ്പോൾ 22 ഫീമെയിൽ കോട്ടയം എന്ന് പറയുന്നത് തന്നെ നമ്മളിപ്പോൾ ഇൻ്റർനെറ്റിൽ ഒക്കെ ഒരു ഐഡൻറ്റിറ്റി കൊടുക്കുന്നത് 22 ഫീമെയിൽ, അപ്പം തന്നെ അതിനൊരു ഐഡൻറ്റിറ്റി ഇല്ല. ഏതൊരു കോട്ടയംകാരി 22 ഫീമെയിലും ആണ് എന്നുള്ള ഒരു രീതിയിലേക്ക് നമുക്കിപ്പോൾ നെറ്റിൽ വരുമ്പോൾ നമുക്കൊരു ഐഡൻറ്റിറ്റി ഇല്ലാത്ത പോലെ ഇറ്റ് ക്യാൻ ബി എനിബഡി എന്നുള്ള രീതിയിൽ അതിനെ ഒരു ഐഡൻറ്റിറ്റി കുറച്ചു. അതിൻ്റെ കൂടെ എല്ലാ 22 ഫീമെയിൽ കോട്ടയംകാരികളും ഇങ്ങനെ ആവാം എന്നൊരു രീതിയിലേക്ക് നോക്കിക്കാണുമ്പോഴേക്കും ആ കഥാപാത്രത്തിന് സ്വന്തമായി ഒന്നും ഒരു പ്രതികാരം ചെയ്യാൻ സാധിച്ചു എന്നല്ലാതെ സ്വന്തമായി ഏതെങ്കിലും രീതിയിൽ പ്രണയത്തെയോ വിവാഹത്തെയോ സ്ത്രീ പുരുഷ ബന്ധത്തെയോ പുനർനിർവചിക്കാൻ ആ ടെസ്സ എന്ന പെൺകുട്ടിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഒരു സ്ത്രീയുടെ ഉള്ളിൽ കിടക്കുന്ന ഏറ്റവും തീവ്രമായ ഒരു വിരോധത്തെ അല്ലെങ്കിൽ ഏറ്റവും തീവ്രമായ ഒരു വൈകാരികതയെയാണത് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് എന്നെപ്പോലുള്ള കാഴ്ചക്കാർക്ക് തോന്നി. പക്ഷേ ഒരു സാധാരണ കാഴ്ചക്കാരി എന്നുള്ള നിലയിലുള്ളൊരു തോന്നലായിരിക്കാം. കാരണം ഒരു കാലാകാലങ്ങളായി നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന ഒരാളിനോട് ഇതിനേക്കാൾ ഭംഗിയായി ഒന്നും ചെയ്യാനില്ല എന്നുള്ള മട്ടിൽ പക്ഷേ അതായിരിക്കില്ല ഫെമിനിസത്തിൻ്റെ വഴി. എന്നാൽ പോലും അത് നമ്മുടെ ഒരു പ്രകടനമാണ്. ഇത് ചോദ്യം ചെയ്യുകയാണ്, ഇതിനേക്കാൾ അപ്പുറത്ത് എനിക്കൊന്നും ചെയ്യാനില്ല, ഇതാണ് നിനക്കുള്ള ശിക്ഷ എന്ന് പറയാൻ തക്കവണ്ണം ഒരു സ്ത്രീ വളർന്നു എന്ന് നമുക്ക് അതിനെ വ്യാഖ്യാനിച്ചുകൂടെ? അതെ, ആ വളർച്ചയിലേക്ക് വരുന്നതിന് മുൻപുള്ള ആ കഥാപാത്രത്തിൻ്റെ ഒരു രൂപപ്പെടുത്തലിലാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ സാമ്പ്രദായികമായ പല എലിമെൻസും ഉണ്ട്. ഇപ്പോൾ ഒരു പെണ്ണിൻ്റെ കഥ എന്ന് പറഞ്ഞ് പണ്ടൊരു സിനിമ ഷീല ഇതേപോലെ പ്രതികാരം ചെയ്യുന്നത് വന്നിട്ടുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്നു, ഞാൻ ഒരു പ്രണയത്തിൽ അകപ്പെട്ടു, എൻ്റെ വെർജിനിറ്റി അടിച്ചുപോയി എന്നൊക്കെ പറയുന്നത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതില് വെർജിനിറ്റിയുടെ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയത് വെർജിനിറ്റി അല്ല, എൻ്റെ സ്നേഹത്തെ നീ ചൂഷണം ചെയ്തെങ്കിൽ
അത് നീ നിന്റെ ഏറ്റവും പുരുഷത്വം എന്ന് പറയുന്ന ആയുധം വെച്ചാണ് ചൂഷണം ചെയ്തതെങ്കിൽ ഇനി നീ ഒരു പെണ്ണിനോടും ഈ ആയുധം എടുത്തുപയോഗിക്കും. എൻ്റെ സ്നേഹമാണ് നിനക്ക് ഞാൻ തന്നത്, എൻ്റെ ശരീരമല്ല എന്നുള്ള ഒരു മുറവിളിയായിരുന്നു അവസാനത്തെ രംഗം. അത് മാത്രമല്ല, ആ സിനിമ അവസാനിക്കുന്ന അങ്ങനെയല്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അവളുടെ മൊബൈലിലെ സിം കാർഡ് ഊരി ദൂരേക്ക് എറിഞ്ഞുകൊണ്ട് എല്ലാ പുരുഷ സൗഹൃദങ്ങളും ഇവിടെ അവസാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു യാത്രയായിട്ടാണ് എനിക്കത് അനുഭവപ്പെട്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ സിനിമ നിരീക്ഷിക്കുന്ന ഒരാൾ, ഗൗരവമായി നിരീക്ഷിക്കുന്ന ഒരാളിന് ഇതായിരിക്കില്ല, അതായിരിക്കാം കാഴ്ചപ്പാട്. എന്നാൽ പോലും എൻ്റെ ചില സംശയങ്ങൾക്കുള്ള ഉത്തരം ആണ് വേണ്ടത്. അതെ, ആ രീതിയിൽ ഈ സിനിമ വായിക്കപ്പെട്ടു. അതുകൊണ്ടാണ് അതിനൊരു ഫെമിനിസ്റ്റ് സിനിമ എന്നുള്ള ഒരു പേര് കിട്ടിയതും. പക്ഷേ ഈ പറഞ്ഞതുപോലെ വെർജിനിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ആ രീതിയിൽ ഉപയോഗിച്ചതല്ല. ഇപ്പോൾ കൃത്യമായും ഈ സിറിൽ എന്ന് പറഞ്ഞ ആ മെയിൽ പ്രൊട്ടഗോണിസ്റ്റ് ഇങ്ങനെയുള്ള ചില ആ കഥാപാത്രത്തിനുള്ള ചില അങ്ങനത്തെ ആ സ്ത്രീയിലുള്ള ചില അങ്ങനത്തെ ഘടകങ്ങളെയാണ് കൃത്യമായും ചൂഷണം ചെയ്യുന്നത്. വെർജിനിറ്റി ഇല്ല, ചോദിക്കാനും പറയാനും ആൾക്കാരില്ല, അന്യപട്ടണത്തിൽ വന്ന് താമസിക്കുന്നു, നഴ്സായി ജോലി ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളൊക്കെ കൃത്യമായും വിക്ടിംസ് ആവാൻ വിധിക്കപ്പെട്ടവരാണ്. അവർ വിക്ടിംസ് സാധ്യതയുണ്ട് എന്നുമാകാമല്ലോ. വിക്ടിംസ് ആവാൻ അവർ വിധിക്കപ്പെട്ടവരാണ്. അവർ വിക്ടിംസ് ആയി തന്നെ തുടരുകയും ചെയ്യും എന്നുള്ള ഒരു മെസ്സേജാണ് എനിക്കതിൽ. എന്നുവെച്ചാൽ കാലം ഇത്രയും മാറിയിട്ടും സ്ത്രീക്ക് ഈ പറഞ്ഞതുപോലെ ഒരു അന്യപട്ടണത്തിൽ പോയി ഒരു പുരുഷന്റെ ഒപ്പം ബാറിൽ പോയി ഇരുന്ന് മദ്യപിക്കാൻ വരെയുള്ള സൗകര്യങ്ങൾ, അല്ലെങ്കിൽ ലിവിങ് ടുഗദറിന് അയാളുടെ ഫ്ലാറ്റിൽ പോയി താമസിക്കാനും കിടക്ക പങ്കിടാനുമുള്ള സൗകര്യം ലഭിച്ചു കഴിയുമ്പോഴും അവൾക്ക് ആ ഇര എന്നുള്ള ഒരു മുദ്ര ചാർത്തി കൊടുക്കാൻ, ഒരു പുരുഷന്റെ ചൂഷണത്തിന് എത്രയൊക്കെ ബുദ്ധിപരമായി അല്ലെങ്കിൽ എത്രയൊക്കെ നാം വിവേകപൂർണമായോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ലഭിച്ചോ പെരുമാറുമ്പോഴും നമുക്ക് ആ ഇര എന്നുള്ള ഒരു ഈ നേരത്തെ പറഞ്ഞ പോലെ ആ സാധ്യത അവിടെ കിടക്കുന്നു എന്നുള്ള ഒരു മെസ്സേജ് സിനിമയിൽ കൊണ്ടുവരേണ്ട കാലം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു പഴകിയ ആശയമാണ്. ആ ആശയത്തെ നമ്മളിങ്ങനെ ചർവണം ചെയ്തുകൊണ്ടിരുന്നിട്ട് വലിയ പ്രയോജനമില്ല എന്നൊരു ഇതിലാണ്. അത് പോട്ടെ, അതിനെ കുറിച്ച് നമ്മൾ രണ്ട് അഭിപ്രായക്കാരായതുകൊണ്ട് നമുക്ക് അതിവിടെ വെച്ച് നിർത്താം. പിന്നെ ഒരേ കടലിനെ കുറിച്ച് എന്താ പറയുക? ഒരേ കടലിലും ഏകദേശം ഇതേ ഒരു ഇതാണ് പറയാനുള്ളത്. ഒരേ കടലിലും ഈ പെൺകുട്ടിക്ക് ഉള്ള ഒരു പുരുഷനുമായി ജീവിക്കുന്നു, ഒരു കുട്ടിയുണ്ട്, വേറൊരു പുരുഷനുമായി തോന്നുന്ന ആകർഷണം. ആ ആകർഷണത്തെ ആ പുരുഷൻ വളരെ ഒരു എന്താ പറഞ്ഞ ലളിതവത്കരിച്ചാണ് ആദ്യം കാണുന്നത്. പിന്നീട് ആൾക്കൊരു പ്രായശ്ചിത്തം വന്നു, അല്ലെങ്കിൽ ആൾക്കൊരു മനംമാറ്റം വന്നു എന്നൊക്കെ ഉള്ളത് ഒരു കാൽപ്പനികമായ ഒരു സ്വപ്നം പോലെയോ ഒരു സങ്കല്പം പോലെയോ കാണാൻ സാധിക്കുന്നുള്ളൂ. ഈ രണ്ട് സിനിമയ്ക്കും ഞാൻ പറയുന്നത് ഒരു പുരുഷനെടുത്ത സിനിമയാണ് എന്നുള്ളത് വളരെ വ്യക്തമായി. അല്ല, എനിക്ക് പക്ഷെ തോന്നിയത് ഒരു പുരുഷൻ തന്നെ ഇല്ല എന്നാണ്. ഒരു സ്ത്രീ അവളുടെ മനസ്സ് പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അവൾക്ക് എവിടെയോ തോന്നിയ ഒരു, എല്ലാ സ്ത്രീകളുടെ ഉള്ളിലും ഒരു ഒഴിഞ്ഞ ഇടമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ആ ഒഴിഞ്ഞ ഇടത്തിലേക്ക് ഇവിടെ നിറയാനുള്ള ആളാണ് ഇയാൾ എന്നുള്ള മട്ടിലൊരാൾ കയറി വരികയാണ്. അയാൾ അവിടെ നിറയ്ക്കുകയാണ് എന്നവൾ വിചാരിക്കുന്നു. അവൾക്കൊരിക്കലും ഇവിടെ ഒരു കൊടുങ്കാറ്റ് വന്നിരുന്നു എന്നതിനിടയ്ക്കൊരു സംഭാഷണം ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇവിടെ ഒരു കൊടുങ്കാറ്റടിച്ചിരുന്നു അവളുടെ ഭർത്താവിനോട് പറയുന്നുണ്ട്. ഇയാൾ തിരിച്ചു വരുമ്പോൾ അവൾക്കുണ്ടാകുന്നൊരു മാനസിക വിഭ്രാന്തി. ഒരു സ്ത്രീയുടെ മനസ്സിനെ ഇത്രയും ശക്തമായി ആവിഷ്കരിക്കുന്ന ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം മാധവിക്കുട്ടിക്ക് ശേഷം ഒരാൾ എഴുതുകയാണ്, ഇതാണ് ഒരു പെണ്ണതാ അവള് എന്ന് പറയുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതും എൻ്റെ ഒരു വിയോജിപ്പായി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എഴുത്തിലേക്ക് പോവാം. അല്ല, അതിലും ഈ ഒരു പ്രശ്നമാണ്. അതും അവളുടെ ആ ഒരു ചേഞ്ച് അവളിൽ വരുന്നതും ആ സിനിമയ്ക്ക് വരുന്നതും ആ പുരുഷനിൽ വരുന്നതും എല്ലാം അവൾ ഭർത്താവ് അല്ലാത്ത ഒരു പുരുഷനിൽ നിന്ന് ഗർഭിണിയാവുന്നു എന്നുള്ളിടത്താണ്. ഒരു വേള അവൾ ഗർഭിണിയായിട്ടില്ലെങ്കിൽ ആ അനുരാഗത്തിനും പ്രസക്തിയില്ല, ആ പുരുഷന് പ്രായശ്ചിത്വം ഉണ്ടാവുന്നില്ല, എല്ലാം പഴയതുപോലെ സ്റ്റാൻഡ് പോലെ ഗർഭം ധരിക്കുക എന്ന് പറയുന്നത് ഒരു സ്ത്രീ, ഏത് സ്ത്രീയുടെയും ഒരു അവളുടെ ഒരു എന്താണ് ഒരു യോഗ്യതയാണ് ഗർഭം ധരിക്കുക എന്ന് പറയുന്നത്. അതിനപ്പുറത്ത് ഇല്ല. ഒരാളിലേക്ക് പ്രണയത്തിൽ വീഴുക എന്ന് പറയുന്നത് മനസ്സ് ഗർഭം ധരിക്കലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിൽ ഇതിലെ അഭിപ്രായം അങ്ങനത്തെ ക്ലീഷേഡ് കാര്യങ്ങളാണ് ഇപ്പോഴും സ്ത്രീയെ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്നത്. വിയോജിപ്പ്, ഇപ്പൊ അന്യപുരുഷനിൽ നിന്ന് ഗർഭിണിയാവുക, അല്ലെങ്കിൽ വെർജിനിറ്റി നഷ്ടമാവുക, അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടുക, പീഡിപ്പിക്കപ്പെടുക. ഇപ്പൊ നമ്മുടെ കഥകളിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ എഴുതാനേ ഇഷ്ടമല്ല. അതുകൊണ്ട് എൻ്റെ കഥകൾക്ക് കുറച്ചൊരു ഗൗരവം കുറവാണെന്ന് വേണമെങ്കിൽ ആരോപിക്കപ്പെടാം. നമുക്ക് എഴുത്തിലേക്ക് തന്നെ വരാം. എഴുത്തുകാരി എന്നുള്ള നിലയിൽ ഏത് തരം സ്ത്രീ കഥാപാത്രങ്ങളെയാണ് ആഗ്രഹിക്കുന്നത്? അവർ ശരിക്കും എനിക്ക് തോന്നുന്ന ഒരു ഫെമിനിസ്റ്റിക് കാഴ്ചപ്പാടുള്ള ആളെന്നുള്ള നിലയിൽ ഏത് തരം സ്ത്രീ കഥാപാത്രങ്ങളെയാണ് എഴുത്തിൽ പ്രതീക്ഷിക്കുന്നത്?
അത് ഞാൻ പറഞ്ഞത്, സ്ത്രീ സ്വന്തം ജീവിതം ഇപ്പം നമുക്ക് മാറ്റിമറിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ തന്നെ പറയുകയാണെങ്കിൽ ഒരു കേരള ജീവിതം എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പൈതൃകം എങ്ങനെയാണ്, സംസ്കാരം എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിലൊരു സ്ഥലത്ത് തന്നെയാണ് നമ്മൾ നിലകൊള്ളുന്നത്. അതിനെ പൂർണ്ണമായി മാറ്റിക്കൊണ്ട് നമുക്ക് കപടമായ ഒരു ഫെമിനിസം സ്വീകരിച്ചുകൊണ്ട് എഴുതാനും പറ്റില്ല, പ്രവർത്തിക്കാനും പറ്റില്ല, ജോലി ചെയ്യാനും പറ്റില്ല, ഒന്നും പറ്റില്ല. അപ്പോൾ ഈ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ നമുക്ക് പ്രായോഗികമായ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ചിന്തിക്കാനും എഴുതാനും ഇടപെടാനും സിനിമ കാണാനും അല്ലെങ്കിൽ സിനിമയിൽ പ്രവർത്തിക്കാനും നടിയായി തുടരാനും ഒക്കെയുള്ള ആ സാധ്യതകൾ അതിനെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ള ആ സ്ത്രീയുടെ അധ്വാനത്തിന്റെയും അല്ലെ ബുദ്ധിയുടെയും തലങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അവളുടെ വൈകാരിക തലം എന്ന് പറയുന്നത്, വൈകാരിക തലത്തെ അവൾക്ക് എങ്ങനെ പുനർനിർവചിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ എല്ലാ വൈകാരിക തലം നമ്മളിപ്പോൾ ഈ പറഞ്ഞ സിനിമകളിലാണെങ്കിലും അല്ലെങ്കിൽ ചില കഥകൾ വരുന്നതിലാണെങ്കിലും ഒക്കെ ആ വൈകാരിക തലത്തിനെ നമ്മളൊരു പുരുഷന്റെ കണ്ണിൽ കൂടി തന്നെയാണ്, ഒരു പുരുഷന്റെ വശത്ത് നിന്നുകൊണ്ടാണ് നിർവചിക്കുന്നത്. അല്ലാതെ കൃത്യമായ ഒരു സ്ത്രീയുടെ പക്ഷത്ത് നിന്ന് നിർവചിക്കാൻ സാധിക്കും. ഞാനൊരു സ്ത്രീയാണ്, ഞാൻ നിർവചിക്കുമ്പോൾ അങ്ങനെ നിർവചിച്ചു പോകുന്നു. ഞാനിങ്ങനെ ഒരു പുരുഷനായതുകൊണ്ടാണോ എനിക്കറിയില്ല. എന്നാലും എന്റെ നിർവചനങ്ങൾ അങ്ങനെ ആയിപ്പോ. അല്ല, അത് സാമ്പ്രദായികതയെ എങ്ങനെയെങ്കിലും ഒക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള സ്ത്രീ കഥാപാത്രങ്ങള് കൂടുതൽ. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം, അച്ചുവിന്റെ അമ്മ എന്ന് പറഞ്ഞൊരു സിനിമ, ഞാനതൊരു വെറും ഉദാഹരണമായിട്ട് പറയാണ്. അതിൽ ആ സ്ത്രീ ചെയ്തിരിക്കുന്നത്, അവളൊരു ചൂഷണ സംഘത്തിൽ, ഒരു പീഡന സംഘത്തിൽ പെട്ട് കഴിയുമ്പോൾ അവിടെ നിന്നൊരു കൊച്ചു കുട്ടിയെ രക്ഷപ്പെടുത്തുകയാണ്. ആ കൊച്ചു പെൺകുട്ടിയെ കൊണ്ടുവന്ന് സ്വന്തം മകളാണെന്ന് പറഞ്ഞ് അവളെ ഒരു കാപ്പട്യമില്ലാതെ വളർത്തുന്നു. അവൾക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ കൊടുക്കുന്നില്ല, ചെറിയൊരു ജോലി, സ്വന്തമായി തുന്നിയിടുന്ന ഉടുപ്പുകൾ, മൊബൈൽ ഫോൺ ഇല്ല. അങ്ങനെ ഈ പ്രാക്ടിക്കൽ ലെവലില് ഈ ലോകത്ത് എങ്ങനെ ജീവിക്കാം എന്നുള്ളൊരു പാഠം കൊടുത്തൊരു കുട്ടിയെ വളർത്തി വലുതാക്കി അവൾ ഇൻഡിപെൻഡന്റ് ആകുമ്പോൾ അവളെ വിടുന്നു, അവളെ എന്നിട്ട് വേറൊരു കൊച്ചുകുട്ടിയെ ഏറ്റെടുക്കുന്നു. അപ്പോൾ അനുഭവിക്കുന്നതിന്റെ ഒരു സംഘർഷമുണ്ട്. അതാണ് സിനിമയുടെ തീർച്ചയായിട്ടും ആ സംഘർഷമാണ് ആ സിനിമയുടെ വിജയം, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ആ സംഘർഷം അവൾ അണ്ടർഗോ ചെയ്യേണ്ട. ഏതൊരു സ്ത്രീയും നമ്മളൊരു വിട്ടുകൊടുക്കൽ, ഒരു പുരുഷനെ ആണെങ്കിലും നമ്മൾ വളർത്തുന്ന ഒരു ആൺകുട്ടിയെ ആണെങ്കിലും ഒരു പെൺകുട്ടിയെ ആണെങ്കിലും ആ വിട്ടുകൊടുക്കലിൻ്റെതായ ഒരു സംഘർഷം ഒരു സ്ത്രീയുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ കാൽപ്പനികവൽക്കരിക്കാതെ കുറച്ചും കൂടെ ഒരു യാഥാർത്ഥ്യത്തിന്റെ തലത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ സാധിക്കുമെന്നുള്ളത് അധികം വരുന്നില്ല എന്ന് എനിക്ക് തോന്നുകയാണ്. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ഒരു വായനയോ ഒരു സിനിമയോ, ഇപ്പൊ അച്ചുവിന്റെ അമ്മ നമ്മൾ വെറും ഒരു കമേഴ്സ്യൽ സിനിമയായിട്ടാണ് വിലയിരുത്തുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു പ്രാധാന്യം കഥാപാത്രത്തിന് ഒരിടത്തും കൊടുത്തു കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ചില ഈ പറഞ്ഞതുപോലെ ചില ഒരു സങ്കല്പം വളരെ ഫിക്സഡ് ആയിട്ട് നിൽക്കുകയാണ്. അതിന് ഒരു രൂഢമൂലമായി പോയി നമ്മുടെ ചില കൽപ്പനകൾ സ്ത്രീയെ കുറിച്ച്. കുറച്ചു കാലം വിവർത്തനത്തിന്റെ ഒരു ലോകത്ത് എനിക്ക് തോന്നുന്നു ആദ്യകാല നോവൽ വിവർത്തനം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അത് വളരെ രസകരമായ ഒരു അനുഭവമാണ് എന്നിടയ്ക്ക് പറയുകയുണ്ടായി. എന്തായിരുന്നു ആ അനുഭവം? പറങ്ങോടി പരിണയമാണ്. അതെ, സംയുക്ത എന്ന് പറഞ്ഞൊരു വിമൻ സ്റ്റഡീസിനെ ബേസ് ചെയ്ത് ഇവിടെ ഒരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് GS ജയശ്രീ എന്ന് പറഞ്ഞപ്പോൾ വിമൻ സ്റ്റഡീസിന് ഹെഡായിട്ടിരിക്കുന്ന അവരായിരുന്നു അതിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു കുറച്ച് ട്രാൻസ്ലേഷൻസ് ചെയ്യാമോ, എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ സരസ്വതി അമ്മയുടെ കഥകൾ, ഗ്രേസിയുടെ കഥകൾ, ലളിതാംബിക അന്തർജനത്തിൻ്റെ ഒരു ചെറിയ കഥ, ഇതൊക്കെ ചെയ്തു. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ അതിനൊരു ആമുഖവും കൂടി എഴുതണം, ഒരു പഠനം, എവിടെയാണ് മലയാള കഥയിൽ ഇവരുടെയൊക്കെ സ്ഥാനം. അപ്പോൾ അതൊരു നല്ല അനുഭവമായിരുന്നു അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അവസാനം എനിക്ക് തന്നതാണ് കുറച്ച് നീണ്ട ഒരു നോവലാണ് പറങ്ങോടി പരിണയം എന്നുള്ളത്. പറങ്ങോടി പരിണയം ആ സമയത്ത് ഇന്ദുലേഖയ്ക്ക് ശേഷം കുറേ നോവലുകൾ ആ ഒരു പാറ്റേണിൽ വന്നുകൊണ്ടിരുന്നു. അതിനെല്ലാം കളിയാക്കിക്കൊണ്ട് അതിന്റെ ഒരു സെറ്റയറാണ് ആദ്യം തൊട്ട് അവസാനം വരെ. ഇത് വളരെ ബോധപൂർവം സെറ്റയർ ഉപയോഗിച്ച് എഴുതിയിരിക്കുന്ന ഒരു നോവലാണ്. അതിൽ ഈ ഇന്ദുലേഖയിലെ പ്രശസ്തമായ 18-ാം അധ്യായത്തിലെ വരെ കളിയാക്കി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്തിനാണ്, ഈ പറഞ്ഞ സ്ത്രീകളുടെ പ്രണയം, വിവാഹം, അതിനെക്കുറിച്ചൊക്കെ ഉള്ള വളരെ അതിനുള്ളൊരു പ്രത്യേകത ഇപ്പം നമ്മൾ വായിച്ചാലും അത് വളരെ കാലികമായി തോന്നും. ആ ഒരു പറങ്ങോടി പരിണയം എന്നുള്ള പുസ്തകം, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സെറ്റയർ അത്രയ്ക്കും ശക്തവുമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞുമായിട്ട് ലിങ്ക് ചെയ്ത് പറയുമ്പം അതിനൊക്കെ ഒരു യാഥാർത്ഥ്യത്തിന്റെ
നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അത് വളരെ രൂഢമൂലമായി തന്നെ ഒരു ബന്ധം. ഒരു അതിൽ കണ്ടിരുന്ന ഈ ഹാസ്യമാണോ ഏറ്റവും രസകരമായിട്ട് തോന്നിയത്? അതെ, സറ്റയർ തന്നെയാണ്. അത് മുഴുവൻ സറ്റയർ തന്നെയാണ്. ആ സറ്റയറാണ് വളരെ രസകരമായി തോന്നിയത്. പിന്നെ അത് ഇംഗ്ലീഷിലേക്ക് ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ആ സമയത്തെ കുറെ വാക്കുകള്, ഇപ്പൊ പറങ്ങോടി പരിണയത്തിന് തന്നെ നമുക്കൊരു ഇംഗ്ലീഷ് വാക്കൊന്നുമില്ല. അപ്പോൾ പലതിനും ഇംഗ്ലീഷ് വാക്കുകളില്ല. പല പ്രയോഗങ്ങളും അന്ന് ഉപയോഗിച്ചു, ഇപ്പൊ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കാത്ത പ്രയോഗങ്ങൾ ഉണ്ടായിരുന്നു. അതെ, പ്രാദേശികമായ ഭാഷയായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നമുക്കൊരു ഗ്രന്ഥം വായിച്ച് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അത് കൃത്യമായ ഒരു വിവർത്തനം സാധ്യമാവുള്ളൂ. അപ്പോൾ അതൊക്കെ സാധ്യമായിരുന്നു, അങ്ങനെ ചെയ്തു. പക്ഷേ ഇത്രയുമൊക്കെ ഞാൻ സംയുക്തയ്ക്ക് വേണ്ടിയാണ് വിവർത്തനങ്ങൾ ചെയ്തെങ്കിലും അത് ഒരു തൊഴിൽ മേഖലയായിട്ട് സ്വീകരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മള് വിവർത്തനം പ്രൊഫഷനായിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം, സമയബന്ധിതമായിരിക്കും. പിന്നെ മാത്രമല്ല നമുക്ക് കൂടുതൽ ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ വലിയ വലിയ പുസ്തകങ്ങളൊക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വളരെ എനിക്കങ്ങനെ പെട്ടെന്ന് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു വ്യക്തിയാണ്. വളരെ പതുക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പിന്നെ എനിക്കങ്ങനെ അതൊരു പ്രസിദ്ധീകരണമായിരുന്നു. അതിൽ ചെറിയ ചെറിയ കഥകളും ഇത് തന്നെ ഒരു ചെറിയ നോവലെറ്റ്സ് എന്ന് പറയാവുന്ന പോലെയാണ്. അതൊക്കെ ചെയ്യാമെന്നല്ലാതെ വലിയൊരു പുസ്തകം എടുത്ത് വലിയൊരു ഈ പറഞ്ഞ തൊഴിൽപരമായി ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നിയുണ്ട്. പിന്നെ ഞാനത് ചെയ്തില്ല ട്രാൻസ്ലേഷൻ. ഇപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു എഴുത്തിൽ ഞാൻ പറയുകയുണ്ടായി, ഇത്രയും എഴുതി എന്നിട്ടും ഞാൻ എന്താണ് ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന ഒരു സംശയം പ്രകടിച്ചപ്പോൾ അതിശക്തമായ ചില വിമർശനങ്ങൾ വരികയും പിന്നെ എന്തിനാണ് നിങ്ങൾ എഴുതുന്നത് എന്നൊരു എഴുത്തുകാരൻ തന്നെ തിരിച്ചു ചോദിക്കുകയും ചെയ്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ആദ്യം ഞാൻ 1981 എൻ്റെ ആദ്യ കഥ. അന്ന് ഗൃഹലക്ഷ്മിയൊക്കെ ഇറങ്ങിയ സമയമാണ്. ഗൃഹലക്ഷ്മിയിലൊരു കഥ വന്നതാണ്. അപ്പോൾ അന്ന് സ്ത്രീകൾ എഴുതുന്ന കൂടുതലും കഥകളാണ്. നമ്മൾ കഥാകാരികളെയാണ് കൂടുതലും കാണുന്നത്. അപ്പോൾ ഈ ഗൃഹലക്ഷ്മി അങ്ങനത്തെ സ്ത്രീ മാസികകളൊക്കെ ഇറങ്ങുന്ന സമയമായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് കഥകൾ എഴുതുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഒരു കഥാകാരി ആവണം, ഒരു കഥാകാരിയായി അറിയപ്പെടണം. എൻ്റെ അമ്മ എഴുത്തുകാരിയാണ്. അമ്മയ്ക്ക് സിനിമ പുസ്തകത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അമ്മ സിനിമ കോഴ്സൊക്കെ ചെയ്ത് PhD തീസിസൊക്കെ സിനിമയെക്കുറിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ അമ്മയെ കണ്ട് വളരുകയൊക്കെ ചെയ്തതുകൊണ്ട് ഒരു എഴുത്തുകാരിയാവണം, അത് കഥയാണ് എൻ്റെ ഒരു മേഖല, കഥ എഴുതിയാണ് ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുക എന്നൊക്കെ ഒരു ഫിക്ഷനിലൂടെയാണ് എപ്പോഴും ഒരു സ്ത്രീപക്ഷം ശക്തമായി വരിക എന്നൊക്കെയുള്ള ഒരു ചിന്തയിലാണ് തുടങ്ങിയത്. പക്ഷേ അത് കഴിഞ്ഞ് കഥകളൊക്കെ പ്രസിദ്ധീകരിച്ച് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചൊരു ലളിതവത്കരണം കഥകളിലുണ്ട്. അത് പല പ്രസാധകർക്കും സ്വീകാര്യമല്ല, ഒരുപക്ഷെ വായനക്കാർക്കും സ്വീകാര്യമായിരിക്കില്ല. അതാണ് ഇങ്ങനെ ഒരു വിമർശനം തന്നെ വരാൻ ഇടയായത്. അതുകൊണ്ട് പിന്നെ കഥകൾ എഴുതാറുണ്ടായിരുന്നു, പക്ഷെ പ്രസിദ്ധീകരിച്ച് കിട്ടുമോ അങ്ങനെ. ഒരുപക്ഷെ കഥകൾക്ക് കാലത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് സങ്കീർണമാക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതിപ്പോ എഴുതുന്ന കഥകൾക്കുണ്ട്. ഇപ്പൊ എഴുതുന്ന കഥ അന്ന് അത്രയും ഇല്ലായിരുന്നു, കാരണം സ്ത്രീകൾ എഴുതി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരുവിധം എല്ലാ സ്ത്രീകളും ഒരേ സബ്ജക്ട്സ് ആയിരുന്നു കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അന്നില്ല. പക്ഷെ ഇന്ന് സ്ത്രീകൾ ഈ പറഞ്ഞതുപോലെ പുരുഷന്റെ ഒപ്പം ഒരു ക്രാഫ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാലം വന്നു കഴിഞ്ഞു. അപ്പൊ ആ ക്രാഫ്റ്റിൽ വളരെ മാറ്റം ഇപ്പോൾ കൊണ്ടുവരും. ഈവൻ വിഷയങ്ങളിലും അതെ, നമ്മളൊരു കാലികമായതോ അല്ലെങ്കിൽ ചരിത്രപ്രധാനമായതോ ഒക്കെ ആയ വിഷയങ്ങളാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യേണ്ടത്. മനസ്സിൻ്റെ മാത്രം ഒരു മനസ്സിലുണ്ടാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും പ്രാധാന്യമില്ലാതായി കഴിഞ്ഞു. അത് ഇന്നത്തെ കാലത്തുണ്ട്. പക്ഷെ അന്ന് തന്നെ ഈ കഥകളുടെ ഇന്ന തരം കഥകളാണ് എഴുതേണ്ടത്, ഇന്ന തരം കഥകളാണ് പ്രസിദ്ധീകരിക്കേണ്ടത് എന്നുള്ള ഒരു വര വരച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും. അതുകൊണ്ട് പ്രസിദ്ധീകരിച്ച് കിട്ടിയില്ല. പിന്നെ ഞാൻ 87 ആദ്യമായിട്ടൊരു ഒരു അഭിപ്രായമാണ് സത്യത്തിൽ എഴുതിയത്. നിരൂപണം എന്നൊന്നും അന്ന് പറയാൻ വയ്യ. പത്മരാജന്റെ തൂവാനത്തുമ്പികൾ കണ്ടിട്ട് ഒരു 2 പാരഗ്രാഫുള്ള ഒരു അഭിപ്രായം എഴുതി. അന്ന് കലാമതിക്ക് ഒരു ഫിലിം മാഗസീൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് മാത്രമായിട്ടൊരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. അത് ഞാൻ അയച്ചു, അവർ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞ് പിന്നെ അയക്കുന്നതൊക്കെ അവർ ഇങ്ങനത്തെ കുറിപ്പുകൾ ഇടാൻ തുടങ്ങി. അത് കഴിഞ്ഞ് എനിക്ക് പത്മരാജനെ തന്നെ കണ്ടപ്പോൾ അദ്ദേഹം അത് വായിച്ച് ഒരു അഭിപ്രായം പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ നിരൂപണ രംഗത്തേക്ക് ശരിക്കും വരുന്നത്. ഇങ്ങനെ അതിലാണ് വേറെ ഒരു ശക്തമായ സ്ത്രീ കഥാപാത്രം നമുക്ക് പറയാനുള്ളത് ക്ലാരയാണ്. ഈ 22 ഫീമെയിൽ കോട്ടയം കാണുമ്പോൾ പോലും എനിക്ക് ക്ലാരയെ ഓർമ്മ വന്നു. കാരണം ക്ലാര സ്വന്തമായിട്ട് വെർജിനിറ്റി തിരസ്കരിച്ചുകൊണ്ട്
സ്വന്തം ഇൻഡിപെൻഡൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിച്ച ഒരു സ്ത്രീയാണ്. അവിടെ വെർജിനിറ്റി അവളെ പ്രണയത്തിന് വേണ്ടിയല്ല, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായി ജീവിക്കാൻ വേണ്ടി തന്നെ അവളുടെ വെർജിനിറ്റി വിലയ്ക്ക് വിൽക്കുകയാണ് ശരിക്കും. പക്ഷേ അവൾ പ്രണയത്തിൽ അവൾക്ക് സത്യസന്ധത പാലിക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു കഥാപാത്രത്തെ പണ്ടൊരു പുരുഷൻ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അന്നും ഈ പറഞ്ഞതുപോലെ ഞാനിത് എഴുതുമ്പോൾ പോലും അങ്ങനെ ഒരു കഥാപാത്രത്തിനെ സ്വീകരിക്കാൻ നമ്മുടെ പൊതുസമൂഹം തയ്യാറല്ലായിരുന്നു. ഒരു സ്ത്രീ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അവൾ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ്, ബാക്കി അവളുടെ മനസ്സോ ഈ പറഞ്ഞ അവളുടെ വൈകാരികതയോ അവളുടെ പ്രണയമോ ഒന്നും അവിടെ പ്രസക്തമല്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് പല ആൾക്കാർക്കും ഉണ്ടായിരുന്നു. പൊതു ബോധത്തിൽ അങ്ങനെ ഒരു അടയാളപ്പെടുത്തലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാനിത് കണ്ടിട്ട്, അപ്പോൾ സാർ അത് തന്നെയാണ്, പത്മനാഭൻ സാറ് കണ്ടിട്ട് അത് തന്നെയാണ് പറഞ്ഞത്, ഇങ്ങനെ ഒരു ഈ ക്ലാരയെ ഇങ്ങനെ വിലയിരുത്താൻ ഒരു സ്ത്രീ ഉണ്ടായല്ലോ പ്രേക്ഷകർക്കിടയിൽ, അതൊരു സന്തോഷമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതിനുശേഷമാണ് ഞാൻ കൂടുതലും ഇങ്ങനെ കുറിപ്പുകൾ എഴുതാൻ തുടങ്ങിയതും. അങ്ങനെ എഴുതാൻ തുടങ്ങിയപ്പോൾ പലരും ആവശ്യപ്പെടാൻ തുടങ്ങി. ഇപ്പൊ കന്യകയ്ക്ക് വേണ്ടി ഞാൻ കുറെ ഇന്റർവ്യൂസ് ചെയ്തു. കന്യ എന്ന് പറഞ്ഞ വിമൻസ് മാഗസീന് വേണ്ടി അതിന്റെ 10 പേര് എന്നെ സമീപിക്കുകയായിരുന്നു. അപ്പൊ കുറെ ഇന്റർവ്യൂസ് ഇതേപോലെ പത്മനാഭൻ സാറിനെ, വേണു നാഗവള്ളി, ഫാസിലിനെ, അങ്ങനെ കുറെ പേരെ അങ്ങനെ ഇന്റർവ്യൂ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഈ മേഖലയിൽ ശരിക്കൊരു ഇടം കണ്ടത്. പിന്നെ അതിന് കുറച്ചും കൂടി ഈ പറഞ്ഞതുപോലെ പ്രസിദ്ധീകരണ സാധ്യതകൾ ഉണ്ടായിരുന്നു. നിരൂപണം ഒരു സ്ത്രീ എഴുത്തുകാരിയും ഇല്ലായിരുന്നു. കവിതകൾ എങ്ങനെയാണ്? കവിതകളും പ്രസിദ്ധീകരിച്ചിട്ടില്ല? ഇല്ല, കവിതകള് ഇവിടെ ഇതേപോലെ ഓരോന്നും ഓരോ, നേരത്തെ ഞാൻ പറഞ്ഞതാണ് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ആദ്യം കഥ എഴുത്തെന്നും പറഞ്ഞു വന്നു, അത് കഴിഞ്ഞ് സിനിമാ നിരൂപണം, അതിൻ്റെ ഇടയ്ക്ക് ട്രാൻസ്ലേഷനും തിരക്കഥയും അങ്ങനെ കുറച്ച് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ അയ്യപ്പ പണിക്കർ സാർ ഒരു പോയിട്രി ഇതിന്റെ പേട്രൺ ആയിരുന്നു, പോയിട്രി ചെയിൻ്റെ. അപ്പൊ എനിക്ക് പരിചയമുള്ള പലരും അവിടെ പോവുകയും കവിത വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സ്കൂൾ കോളേജ് കാലത്തൊക്കെ കുറച്ച് ഇംഗ്ലീഷ് കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വെറുതെ പോയതാണ്. പോയി കഴിഞ്ഞപ്പോൾ സാറിന്റെ ഒരു പ്രോത്സാഹനമുണ്ട്. എന്തെഴുതിയാലും സാറ് കേൾക്കും, അഭിപ്രായമൊന്നും പറയില്ല, പക്ഷെ കേൾക്കും. പിന്നെ കൂടുതൽ ആൾക്കാർ അതിലേക്ക് വരണം എന്ന് സാറിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ചെല്ലുന്നവരെയൊക്കെ അതുകൊണ്ട് പിന്നെയും വിളിക്കുകയും വരണമെന്ന് പറയുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പം അങ്ങനെ കുറെ കവിതകൾ എഴുതി, ഓരോ പ്രാവശ്യവും വായിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ കവിതകൾ എഴുതി. പിന്നെ സാറിന്റെ കാലം കഴിഞ്ഞിട്ടും കുറച്ചു കാലം അത് തുടർന്ന് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു കുറച്ച് ആ ഗ്രൂപ്പ്, അങ്ങനെയാണ് കുറെ കവിതകൾ എഴുതാൻ. ഇപ്പൊ ഇപ്പോഴും GN പണിക്കർ സാറും നീലപത്മനാഭൻ സാറും കൂടെ ഒരെണ്ണം നടത്തുന്നുണ്ട്, MT എന്ന് പറഞ്ഞിട്ട്. അതിൽ മലയാളവും തമിഴും ഇന്ത്യൻ ഇംഗ്ലീഷും 3 ഭാഷയിൽ നമുക്ക് കവിതയോ കഥയോ എന്ത് വേണമെങ്കിൽ വായിക്കാം. പിന്നെ ഒരു ചർച്ച കാണും. അപ്പൊ കുറെ ഈ പറഞ്ഞ പോലെ ക്രിറ്റിസിസവും അതും ഇതുമൊക്കെ വരും. അതൊരു സജീവമായി ഇരിക്കുന്ന ഒരു മേഖലയായതുകൊണ്ട് അപ്പോൾ അത് കുറെ എഴുതി ഇങ്ങനെ. അപ്പോൾ ഇനി അതൊരു പുസ്തകമാക്കണം അതുകൊണ്ടൊരു ആഗ്രഹമുണ്ട്. അതാ ഞാൻ പറഞ്ഞ ഇനി അടുത്ത ആ ഒരു മേഖലയിലേക്കാണ് കൈവയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിമർശനം വന്നത്. പലരും പറയും നമ്മളിപ്പോൾ കഥയാണെങ്കിൽ കഥ മാത്രമേ എഴുതാവുള്ളൂ, എന്നാലേ അതിലൊരു എവല്യൂഷൻ ഉണ്ടാവുള്ളൂ, കഥ പാറ്റേൺ മാറി മാറിയൊക്കെ വന്നിട്ട്. പക്ഷെ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല, ഓരോ ഓപ്പർച്യൂണിറ്റി എന്തിനു കിട്ടുന്നു അപ്പൊ അത് ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. കാരണം കഥ എഴുതി നിൽക്കാൻ ഒരു സ്ഥലം കിട്ടിയില്ല, കഥ പ്രസിദ്ധീകരിക്കും. ഇപ്പോൾ 2 പുസ്തകങ്ങൾ ഇറക്കിയിട്ടും അതിന് അങ്ങനെ ഒരു പ്രചാരമോ ഒരു അഭിപ്രായമോ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ വേറൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അത് സ്വീകരിക്കും. നമുക്ക് ഇത് വിട്ട് കളഞ്ഞാൽ പിന്നെ ഒരു ശൂന്യതയാണ്. ഭാഷിത ചെയ്തതുപോലെ നമ്മൾ ഇനി കഥ എഴുതുന്നില്ല, മാറി നിൽക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ത്രീക്ക് പ്രത്യേകിച്ച് നമ്മൾ പറയാറില്ലേ, ഓരോ സ്ത്രീകൾ അതെ ഇടമില്ലാതായി പോകുന്നു, വിവാഹം കഴിയുമ്പോൾ നിർത്തി. എനിക്ക് പിന്നെ ഒരു ഭാഗ്യമുള്ളത് വിവാഹം കഴിഞ്ഞാണ് കൂടുതലും എഴുതാൻ സാധിച്ചത്. കാരണം എൻ്റെ ഭർത്താവും ഈ കലയുടെ മേഖലയിൽ ഈ ഒരുപാട് ഓഡിറ്ററാണ് അദ്ദേഹം. അപ്പോൾ ഒരുപാട് ചലച്ചിത്രകാരന്മാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അപ്പൊ പത്മനാഭൻ സാറിനെ തന്നെ കണ്ടപ്പോൾ സംസാരിക്കാൻ പറ്റിയത് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ടായിരുന്നു. അതുപോലെ വേണു നാഗവള്ളി, ബാലചന്ദ്ര മേനോൻ, അങ്ങനെ ഒരുപാട് പേരുമായിട്ട് അദ്ദേഹത്തിന് പ്രൊഫഷണലായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഭരത് ഗോപി സാറ്, അങ്ങനെ ഒരുപാട്. അപ്പൊ അവരെയൊക്കെ എപ്പോഴും കാണുകയും സംസാരിക്കുകയും ഇന്റർവ്യൂ എടുക്കാൻ അവരുടെ വീട്ടിൽ പോകാനുള്ള സാഹചര്യം, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ അത് ഉപയോഗിച്ചു. അങ്ങനെ പിന്നെ അമ്മ എഴുത്തുകാരി ആയതുകൊണ്ട് കൊച്ചിലെ തൊട്ട് വായിക്കാനും ആ ഒരു ലോകവും അങ്ങനെ സത്യം പറഞ്ഞാൽ എൻ്റെ എഫർട്ടിനെക്കാട്ടിലും കൂടുതൽ വന്ന ചുറ്റും നിന്നവരുടെയും കൂടെ ഇതുകൊണ്ട് ഇത്രയൊക്കെ സാധിച്ചു. പിന്നെ വിമർശനം വന്നിരിക്കുന്നത് ഇതാണ്, ഈ ഇങ്ങനെയുള്ള കഥകൾ എഴുതിയിട്ട് കാര്യമുണ്ടോ, ഇതാണോ ഫെമിനിസം, ഇത് ഇങ്ങനെ ഒരു ഫെമിനിസം പ്രൊമോട്ട് ചെയ്തിട്ട് കാര്യമുണ്ടോ, ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. അത് ഒരു സ്ത്രീ എഴുത്തുകാരിക്ക് പലപ്പോഴും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു പ്രശ്നമായി കരുതി നമുക്ക് അതിനെ അവഗണിക്കാം തോന്നുന്നു. വളരെ നന്ദി ഇത്രയും സമയം സാഹിത്യജാലകത്തിലെ പ്രേക്ഷകർക്ക് വേണ്ടി ചെലവഴിച്ചു.